ഈ ക്രേ ഫിഷുകൾ ഷെല്ല് പൊഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് അത് ചത്ത് കിടക്കുകയാണോ എന്നുള്ളത്. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ഇന്ന് രാവിലെ വന്ന സമയത്ത്. പെട്ടെന്ന് നമ്മൾ ഓർത്തില്ല അത് ഷെല്ലാണെന്നുള്ളത്. കാരണം അത് ഒറിജിനൽ പോലെ തന്നെ നമുക്ക് തോന്നി. ഈ കാണുന്ന ക്രേറ്റിൽ കിടക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു വലിയ മെയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ രാത്രി ഷെല്ല് പോയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോഴാണ് ഞാൻ ഈ ഷെല്ല് കണ്ടത്. പെട്ടെന്ന് ഞാൻ ചത്ത് കിടക്കുകയാണെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ക്ലോസ് ആയിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഷെല്ലാണെന്നുള്ളത്. കണ്ടില്ല ആ സെൻറ്ററിലത്തെ PVC-ക്ക് അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2 ക്ലോസ് കാണാം. അത് പുള്ളിക്കാരൻ്റെ ക്ലോകളാണ്. അപ്പോൾ ഇതുപോലെ ഷെല്ല് പൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരധികം പുറത്തിറങ്ങില്ല. ഒരു 1-2 ദിവസത്തേക്ക് അവർ പുറത്തിറങ്ങില്ല. ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ അവരുടെ ഷെല്ല് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിരിക്കും. പിന്നെ ഓരോ ദിവസം കഴിയും തോറും അത് കട്ടി കൂടി വരും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ. കണ്ടില്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മെയിലാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മെയിലാണിത്. പിന്നെ ഒരു ചെറുത് നമ്മുടെ കയ്യിലുണ്ട്. ചെറുതല്ല, ഇതിനേക്കാളും കുറച്ച് സൈസ് കുറവുള്ളത്. പിന്നെ ഒരു ഫീമെയിലാണ്. ഫീമെയിൽ ഇപ്പോൾ മുട്ടയിട്ടിട്ടിരിക്കുകയാണ്. വിരിയില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ വലിയ മെയിലിൻ്റെ ഷെല്ലെന്ന് പറയുന്നത്. മെയിലാണ്. അപ്പോൾ മെയിലിൻ്റെയൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ, ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ല അതിൻ്റെ ക്ലോസിൽ റെഡ് കളർ ഉണ്ടായിരിക്കും. ഇങ്ങനെ ബ്രൈറ്റ് കളർ റെഡ് കളർ വരുന്നത് മെയിലുകൾക്കാണ്. ഫീമെയിലുകൾക്ക് അത് ഉണ്ടായിരിക്കില്ല. പിന്നെ അതിൻ്റെ ക്ലോസിൻ്റെ സൈസ് കണ്ടില്ല, കടിക്കുന്ന സാധനത്തിൻ്റെ സൈസ് നല്ല വണ്ണത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്ലോസിൻ്റെ കളർ കണ്ടില്ല, നല്ല ഗ്രീൻ കളറിലാണ്. അതുപോലെ റെഡ് ക്ലോസ്, ആ റെഡ് കളർ കാണാം. പിന്നെ ബോഡിക്ക് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. എൻ്റെ കൈപ്പത്തിയുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 6 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഏകദേശം കൃത്യം 6 ഇഞ്ച് തന്നെ വരുന്നുണ്ട്. റെഡ് ക്ലോ ക്രേ ഫിഷുകളെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രേ ഫിഷുകളിലെ തന്നെ ഭീമന്മാരാണ്. ഏകദേശം 1 ഫീറ്റ് വരെയൊക്കെ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ സൈസ് വെക്കുന്നതാണ്. ഏകദേശം 500 ഗ്രാം വരെ തൂക്കവും ഇവർ വെക്കാറുണ്ട്. അത് നാച്ചുറൽ ഹാബിറ്റേറ്റുകളിലാണ്. പക്ഷേ നമ്മൾ കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആയിട്ട് ഇത്തരം ക്രേറ്റുകളിൽ അല്ലെങ്കിൽ കണ്ടെയ്നറുകളിൽ, ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ അത്രയും സൈസൊന്നും അവർ വെക്കാറില്ല. ക്രേ ഫിഷുകളിലെ മോൺസ്റ്റർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇത് ഭക്ഷണത്തിനായിട്ടും വളർത്താറുണ്ട്, അതുപോലെ അലങ്കാരത്തിനായിട്ടും വളർത്താറുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും മറ്റേ ക്രേ ഫിഷുകളെ പോലെ തന്നെ. പിന്നെ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ക്രേ ഫിഷുകളാണ്. പിന്നെ ഇതിൻ്റെ കെയറും കാര്യങ്ങളെല്ലാം എളുപ്പം തന്നെയാണ്. സാധാരണ ക്രേ ഫിഷുകളുടെ പോലെയുള്ള കെയർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം. എങ്കിലും വല്ലാതെ അങ്ങ് ഓവറായിട്ട് കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെല്ലറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലീവ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഫീമെയിൽ ബ്രീഡ് ആവാറായിട്ടുണ്ട്. ബ്രീഡ് ആവുക എന്ന് ഉദ്ദേശിച്ചത് മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട വിരിയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സക്സസ്ഫുൾ ആവുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ്. ബ്രീഡിംഗ് അപ്ഡേറ്റുകളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.